കേരളത്തെ നമുക്ക് രക്ഷിക്കാൻ കഴിയും. ഞാൻ ശുഭപ്രതീക്ഷ ഉള്ള ഒരാളാണ്. ഞങ്ങളും അങ്ങനെ തന്നെയാണ്. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അങ്ങയുടെ ഈ യാത്രയും. അതുപോലെ ഇതൊരു നമ്മൾ വളരെ ഈ നഗരങ്ങൾ മാത്രമല്ല നാട്ടിൻപുറങ്ങളിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്, ആൾക്കാരെ നേരിട്ട് കാണുന്നുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ ഈ മാഫിയ സംഘത്തിലെ ചില ചേട്ടന്മാരെയും കൂടെ കാണണമെന്നുണ്ട്. കാര്യം കേരളം വിടണമെന്ന് ആവശ്യപ്പെടാൻ ഇവിടെ നിൽക്കരുത്. അപ്പോൾ നമ്മുടെ ആരോഗ്യം നോക്കണമെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളതൊന്നും പ്രശ്നമല്ല. കാര്യം എനിക്ക് തോന്നുന്നത് അങ്ങ് ഇതിനകത്തെടുത്തിരിക്കുന്ന നിലപാട് എനിക്കറിയാം. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയം അങ്ങ് പ്രകടിപ്പിക്കാറില്ല. മുഖ്യമന്ത്രിയോട് ഞാൻ ഇന്നലെ സംസാരിക്കുമ്പോൾ സ്വകാര്യമായിട്ട് ഞാൻ പറഞ്ഞു, അങ്ങ് ഒരു സർവകക്ഷി സമ്മേളനം വിളിക്കണം, എല്ലാവരോടും സംസാരിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് കേരളത്തിൻ്റെ ഒരു പൊതു പ്രശ്നമാണ്. കേരളം ഉണ്ടെങ്കിലല്ലേ നമുക്ക് രാഷ്ട്രീയം പ്രവർത്തിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കേരളം വേണമല്ലോ. അപ്പോൾ കേരളം എൻ്റെ അഭിമാനമാണ് എന്നുള്ള ചിന്ത ഉണ്ടാക്കണം. ഈ ഒരു നിലപാടിൽ, അതായത് ഇതിൽ കക്ഷി രാഷ്ട്രീയമോ മതമോ ജാതി ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഒരു നിലപാട് ഇക്കാര്യത്തിൽ ഒന്നുകൂടി ആവർത്തിച്ചാൽ കൊള്ളാം. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കരുത്. കൊലയ്ക്ക് കൊടുക്കാൻ നമ്മൾ വിട്ടുകൊടുക്കില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ. അതാണ് നമ്മുടെ തീരുമാനം. എല്ലാവരുടെയും തീരുമാനം. നമ്മുടെ കുട്ടികളെ കൊടുക്കില്ല. ഇത് കേരളമാണ്, ഭാവി തലമുറയാണ്, നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ വീട്ടിലെ കുട്ടികളാണ്. ഏത് വീട്ടിലെ കുട്ടിയാണെങ്കിലും നമ്മുടെ കുട്ടികളെ പോലെ നമ്മൾ കാണണം. കാരണം അത് നമ്മുടെ കുട്ടിയെ നാളെ തേടി വരാം. അത് ആ വീട്ടിലെ കുട്ടിയാണ് എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഇത് വ്യാപകമായി കഴിഞ്ഞാൽ ആരെയും രക്ഷിക്കാൻ നമുക്ക് കഴിയില്ല. ഏത് കുട്ടി. അപ്പോൾ എല്ലാവരും കൂടി ശ്രദ്ധിച്ചിട്ട് എല്ലാവർക്കും അവരവരെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ആയിട്ടുള്ള കാര്യങ്ങൾ. കേരളത്തിൽ എത്ര സംഘടനകളാണ്. ഇതുപോലെ സംഘടനകളുള്ള ഒരു നാട് ലോകത്തെവിടെയില്ല. നമ്മൾ പുറത്തു പോയാലും ദുബായി പോയിട്ട് 1000 മലയാളികളുടെ സംഘടനയുണ്ട് UAE മാത്രം. എന്തുമാത്രം സംഘടനകളാണ് കേരളത്തിൽ. എല്ലാ സംഘടനകളും ഇറങ്ങി എല്ലാവരും ഒരു മൂവ്മെന്റ് നടത്തി ഗവൺമെന്റ് അതിന്റെ കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട്, ഞാൻ പറഞ്ഞല്ലേ, അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ. ഞങ്ങൾ കൂടെയുണ്ട്. ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുവാണെങ്കിൽ ഗവൺമെന്റിന്റെ കൂടെയുണ്ട്. എല്ലാവരുടെയും നിങ്ങളെല്ലാം ചെയ്യുന്ന ഈ ഒരു വലിയ കാര്യം മഹനീയമായ ഒരു ദൗത്യമാണ്, ഒരു മിഷനാണ്. നമ്മുടെ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ് ചെയ്യേണ്ടത്. മാത്രമല്ല, നമ്മൾ വേറെ കാര്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി അത് എടുത്തു പറയുകയും ചെയ്തു. നമ്മൾ പറഞ്ഞു, കേരളത്തിൽ നമ്മൾ ഇത്രയും മണിക്കൂർ ആൾക്കാർ സ്പെൻഡ് ചെയ്യുക, ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രൊഫഷണലായിട്ട് സയന്റിഫിക് ആയിട്ട് റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കും. ആ റിപ്പോർട്ട് അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും തരണം. ഞാൻ അതിൽ ചില നല്ല നിർദ്ദേശം ഉണ്ടാകും. അത് ടൈം ബൗണ്ട് ആയിട്ട് നടപ്പാക്കാനും പറ്റണം. അന്ന് നമ്മളത് കൈമാറുന്ന ദിവസം നമ്മൾ വിചാരിച്ചു വലിയൊരു കോൺക്ലേവും ചർച്ചയൊക്കെ വെച്ച് മുഖ്യമന്ത്രി കൈമാറും. അന്ന് അങ്ങും കൂടി വരണം. തീർച്ചയായിട്ടും. സർക്കാർ ആഞ്ഞിറങ്ങാണ്, ഒരുമിച്ചിറങ്ങാന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടതുപോലെ മുഖ്യമന്ത്രി ആഴ്ചയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിച്ച കാര്യങ്ങൾ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ മൂവി തുടങ്ങി എന്ന് തോന്നുന്നുണ്ടോ പ്രതിപക്ഷം? അല്ല, ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, തുടങ്ങണം. ഞങ്ങളുടെ ആവശ്യം അതായിരുന്നു. ഞങ്ങൾ ഡിമാൻഡ് ചെയ്തതാണ്. ഈ പ്രാവശ്യം നിയമസഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഭയങ്കര അഗ്രസീവായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചത്. ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിച്ചത്. നിങ്ങൾ എൻഫോഴ്സ്മെന്റ് നടപ്പാക്കുന്നില്ല, എന്നിട്ട് വിമുക്തി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബോധവൽക്കരണം വേണം, അതൊക്കെ വേറെ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. ഇവരെ ഇറങ്ങട്ടെ. ഇപ്പോൾ ബോംബെ നമ്മുടെ ചെറുപ്പത്തിൽ എന്തു ഗുണ്ടായിസമായിരുന്നു, ഗ്യാങ്ങുകളായിരുന്നു, ഗ്യാങ് വാറായിരുന്നു. എല്ലാ ദിവസവും ആളുകൾ കൊല ചെയ്യപ്പെടുമായിരുന്നു, വലിയ സ്മഗ്ലേഴ്സ് ആയിരുന്നു. അവിടെ ആരാണ് എൻഫോഴ്സ്മെന്റ് നടത്തിയിട്ടാണ് മുംബൈയിലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ അധോലോകത്തെ പോലീസല്ലേ നിയന്ത്രിച്ചത്, ഏറ്റവും വലിയ അധോലോകത്തെ നിയന്ത്രിച്ചത്. അപ്പോൾ കേരളത്തിൽ പോലീസിനും എക്സൈസും നമ്പർ 1 എൻഫോഴ്സ്മെന്റ് ആണ്. അത് കഴിഞ്ഞിട്ടാണ് ബോധവൽക്കരണം. അവരെ അങ്ങ് വിടുക, അവർക്ക് ഫ്രീഡം കൊടുക്കുക. എത്ര വലിയ കൊമ്പന്മാരാണെങ്കിലും ഇതിന്റെ അകത്ത് ഒരു വിട്ടുവീഴ്ച ഇല്ല എന്ന് തീരുമാനം എടുക്കുക. ഒരാളും ഇതിന്റെ ഇടനിലക്കാരാകാൻ നോക്കുക. ഇതൊരു നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ലുക്രേറ്റീവ് ബിസിനസ്സാണ്. കോടികളുടെ സമ്പാദ്യം ഉണ്ടാക്കുന്ന ബിസിനസ്സാണ്. അതിൽ ചെന്ന ആളുകൾ പെട്ടുപോകുന്നുണ്ട്, ഒരുപാട് ആളുകൾ പെട്ടുപോകുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച്, എന്താണ് പോലീസിനെ കുറിച്ചും ഫോഴ്സിനെ കുറിച്ചുള്ള പേടി എന്താ? നമ്മളൊരു കുറ്റം ചെയ്താൽ അവർ പിടിക്കും, അന്വേഷിച്ച് പിടിക്കും, നമ്മളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകും, നമ്മൾ ജയിലിൽ പോകുന്നുള്ള പേടിയില്ലേ? ആ പേടി ഉണ്ടായാൽ തന്നെ ഒരു 50-60% ആളുകൾ പിന്മാറും. അപ്പൊ തന്നെ ഡിറ്ററന്റ് ഫാക്ടർ ഉണ്ട് പോലീസിന്. അത് ഉണ്ടായില്ല. അതാണ് ഇപ്പൊ അത് തുടങ്ങിയതിന്റെ ഫുൾ സ്വിങ്ങിലേക്ക് കൊണ്ടുപോകാം. അല്ലെ, കൊച്ചിയിലേക്ക് വ്യാപകമായിട്ടുണ്ട്. നന്നായി കൊണ്ടുപോവാ. ഞാൻ അതിനെ അതായിരുന്നു നമ്മുടെ ഡിമാൻഡ്. എൻഫോഴ്സ്മെന്റ് എന്നുള്ള വാക്കായിരുന്നു ഞങ്ങളുടെ ഡിമാൻഡ്. ബോധവൽക്കരണം വേറെ വിവിധ വകുപ്പുകൾ നമുക്ക് കൂടി നടത്താം. ബോധവൽക്കരണം നടത്തുന്ന ജോലി നമുക്ക്. എൻഫോഴ്സ്മെന്റ് അത് ചെയ്യണം. അതിന് എക്സൈസിനെയും പോലീസിനെയും ശക്തിപ്പെടുത്തണം. കൂടുതൽ ഫോഴ്സിനെ അവർക്ക് അനുവദിക്കണം. എക്സൈസിനൊക്കെ കൂടുതൽ ഇപ്പോൾ റാങ്ക് ലിസ്റ്റൊക്കെ വന്നിരിക്കുകയാണ്, PSC റാങ്ക് ലിസ്റ്റൊക്കെ. അതിൽ നിന്ന് പോലീസിലും എക്സൈസിലും ഒക്കെ സ്പെഷ്യൽ ഫോഴ്സ് ഈ നർക്കോട്ടിക് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ആണ്. ഏറ്റവും സത്യസന്ധരായ കമ്മിറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ കംപ്ലീറ്റ് ഒരു സംവിധാനം കൂടി ഉണ്ടാക്കിയാൽ